മോനെ മോനെ ഡീജി ജോസഫേട്ടാ. അപ്പൊ പേര് മറന്നിട്ടില്ല. ചേട്ടനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വഴിക്ക് വരാത്തതിൻ്റെ ഒരു പിണക്കുണ്ടല്ലേ? ഞാൻ എന്ത് പിണങ്ങാനാ? നിന്റെ കാര്യം നടന്നു. പിന്നെ എന്ത് ബുക്ക് ഷോപ്പ്, എന്ത് ജോസഫേട്ടൻ, അങ്ങനല്ലേ? അയ്യോ അങ്ങനെയല്ല ചേട്ടാ, സത്യമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായി പോയി. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ചേട്ടൻ്റെ കടയിൽ വരുന്ന കാര്യം ആലോചിച്ചോളൂ. ഒരു വലിയ ഭാഗ്യമായി പോയി മോൻ. അതിലൊന്ന് വരാൻ തോന്നിയല്ലോ. ചേട്ടൻ ഇത് കാര്യമായിട്ട് പറയണോ അതോ എനിക്ക് താങ്ങാണോ ചേട്ടാ? ഞാൻ കാര്യമായിട്ട് താങ്ങിയാണെന്ന് തന്നെ വെച്ചു. പറ്റുമെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. എന്ത് വാക്ക് പാലിക്കാനോ? ചേട്ടാ DIG ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DIG പാലിച്ചു. എന്താ പാലിക്കാതെ വഴി വരാഞ്ഞത്? ചേട്ടാ വരാൻ വൈകാനല്ല ചേട്ടാ മാപ്പി വെച്ചത്, ഇനി അത് പറയല്ലേ. അപ്പോഴെങ്ങനെയാ വാക്കിന്റെ കാര്യം? എന്തോ ഒരു സഹായം ചോദിക്കുമ്പോൾ ചെയ്യണം എന്നുള്ളല്ലേ വാക്ക്? ആ ആ ചേട്ടൻ എന്താ വെച്ചാൽ ചോദിക്ക്, സഹായം ഞാൻ ചെയ്യാം. അത് പിന്നെ നമ്മുടെ നമ്മുടെ പറഞ്ഞോ അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആണോ? എന്താ പറയുക, ചേട്ടൻ സൗകര്യം പോലെ ഫോൺ ചെയ്തോ വാട്സാപ്പ് അയച്ചോ ഒരു ടെലിഗ്രാം അടിച്ചാലും മതി. അല്ല ഞാൻ ഇപ്പം തന്നെ പറയാം. ആണോ? അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനും നമ്മുടെ പ്രീതിയും പണ്ടേ പരിചയക്കാരാ. പക്ഷെ എന്ത് ചെയ്യുക, എന്നെ കാണുമ്പോൾ പ്രീതിയുടെ ഒരു മൂച്ചയുടെ സ്വഭാവമുണ്ട്, അത് വെളിയിൽ വരും. തികച്ചും സ്വാഭാവികം. അതൊന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. നിങ്ങളോട് പ്രീതിക്ക് വലിയ സ്നേഹമാണ്, പ്രത്യേകിച്ച് DIG മോനോട്. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നെ. അല്ല പ്രീതി ചേച്ചിയോട് ലവ് ആണ് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല, അറിയാമല്ലോ. മിണ്ടണ്ട എന്റെ പൊന്നെ ചേട്ടാ, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയെ പോലെയാണ് പ്രീതി ചേച്ചി. ചേട്ടൻ ഇത് എന്തൊക്കെയാ പറഞ്ഞോട് വരുന്നത്? അയ്യേ എടാ, അതിന് ഞാൻ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ചേച്ചിക്ക് നല്ലൊരു ചേട്ടൻ ഉണ്ടാവുന്ന നല്ലതല്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊന്നും ശരിയാവുന്ന കേസല്ല ചേട്ടാ. അപ്പം നിന്റെ വാക്കിന് ഇത്രയും വിലയുള്ളല്ലേ? ഇതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓരോ എനിക്കിത് തന്നെ മതി. എടാ ഒരു കാര്യം നീ ഓർത്തോണം, മൂത്തോരോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിൽ 3 അടവാ. ആകുള്ളത് വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ചേട്ടനെ കുറിച്ചുള്ള വളരെ മോശം അഭിപ്രായം ഞാൻ ചേച്ചിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് മാറ്റിയെടുക്കാം. ബാക്കിയൊക്കെ ചേട്ടൻ്റെ ഇത് മതി. മതിയാ? പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ. എന്തുവാ? അതായത് ഇതുകൊണ്ട് ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ? തന്നെ കാച്ചു. സത്യമായിട്ടും ഞാൻ കാരണം പ്രീതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സത്യം. എന്നാ പിന്നെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് പറ. അതിപ്പോൾ ഞാൻ എൻ്റെ ആധാറിൻ്റെയും വോട്ടർ ഐഡിയുടെയും കോപ്പി തരാം, അതുപോലെ. അല്ല ഈ പട്ടയവും അടിയാധാരവും കുടികിടപ്പവകാശ സർട്ടിഫിക്കറ്റും എൻ്റെ പൊന്നു ചേട്ടാ അതല്ല. ഈ കുട്ടിക്കാലം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, പ്രണയം അങ്ങനെയൊക്കെ കാണില്ലേ? അതായിരുന്നു പറയാം. കുട്ടിക്കാലത്ത് ഞാൻ നല്ലൊരു കുട്ടിയായിരുന്നു. കുടുംബം ഒരു പേരും തീരെ പേരില്ലാത്തൊരു കുടുംബമല്ല. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്. പക്ഷെ ജീവിതാനുഭവങ്ങൾ ധാരാളമുണ്ട്. പ്രണയം ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ചീറ്റിപ്പോയിടാവേ. പിന്നെ കല്യാണത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ വലിയ ഒരു പ്രണയം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞു, അത് ഒന്ന് വിശദമായി പറഞ്ഞത്, അതാണ് നമുക്ക് ആവശ്യം. അതങ്ങനെ വലിയ കഥയൊന്നുമല്ല. ഗ്ലാഡിസ് അതായിരുന്നു അവിടെ പേര്. സുന്ദരിയായിരുന്നു. അവളെ കെട്ടണമെന്ന് ഒറ്റ കാലം ഞാനങ്ങ് നിന്നു. ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞു, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എങ്ങനെയോ പെണ്ണിൻ്റെ വീട്ടുകാർ വിവരം അറിഞ്ഞിട്ട് അവിടെ അപ്പം പോത്തുവേവിയും ആങ്ങളമാരോടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. സംഗതി പ്രശ്നമാണെന്ന് കണ്ടപ്പം ഗ്ലാഡിസ് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടാമെന്ന്. ഗത്യന്തരമില്ല, ഞാനും സമ്മതിച്ചു. എൻ്റെ DIG മോനെ ഒളിച്ചോടാൻ ചെന്ന് കാറിൽ കയറുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുവരെ ഞങ്ങളുടെ ഹംസമായിരുന്ന ഡ്രൈവറോടായിരുന്നു അവൾക്ക് പ്രണയമെന്ന്. എൻ്റെ ചങ്കലച്ച് പോയടാ. അവിടെ കൊണ്ട് തീർന്നോ? നേരം വെളുക്കുന്നതിന് മുമ്പേ പെണ്ണിൻ്റെ അപ്പൻ, ആങ്ങളമാരെ, അമ്മാച്ചന്മാരെ, പറമ്പിപ്പണിക്കാർ എല്ലാവരും കൂടെ ഒരു എഴുത്തും പിടിച്ചോണ്ട് വന്നിരിക്കുക. എൻ്റെ കൂടെ ഒളിച്ചോടുന്നെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് ഇവൾ അവൻ്റെ കൂടെ പോയത്. ഇടീന്ന് പറഞ്ഞ പോലീസിൻ്റെ ഇടിയൊക്കെ എന്ത് ഭേദമാ. അല്ല ചേട്ടാ, ഇങ്ങനെ താരതമ്യം ചെയ്ത് പറയാൻ ചേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ? എടാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാടാ പറയുന്നത്. ഈ പെണ്ണിൻ്റെ വീട്ടുകാരെ ഇടിച്ച് ഹാപ്പി ആയതിനു ശേഷം നേരെ പോലീസിൻ്റെ കൊടുക്കുക ചെയ്തത്. അവർ 2 റൗണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഡ്രൈവറിൻ്റെ കൂടെയാണ് പെണ്ണ് പോയെന്ന്. അപ്പോൾ അപ്പം പറയുക അത് വെളിയിൽ അറിയരുത്, അറിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. എൻ്റെ കൂടെ തന്നെയാണ് പെണ്ണ് പോയെന്ന് വെളിയിൽ വരണം. പറ്റിയാലെന്ന് ഞാനും പറഞ്ഞു. അടുത്ത റൗണ്ട് കിട്ടി. പോരാത്തന്നെ എന്നെ കള്ളക്കേസി കുടിക്ക് അകത്താക്കിയിട്ട് സൂര്യപ്രകാശം കാണിക്കാമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചടാ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളെ വിട്ടുകൊടുക്കണം. ആരോടും പറയാൻ ഞാൻ നാട് വിട്ടു. അത് പിന്നെ ഈ പെണ്ണ് കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ
ഒരു ഭയവാ. പിന്നെ ഇടയ്ക്ക് ആലോചിക്കും ഇങ്ങനെ പോയാൽ എങ്ങനെ കെട്ടണ്ടെന്നൊക്കെ. ഏജ് ഓവറായി അറിയാം, എന്നാലും ബ്രോക്കർമാരുടെ കൂടെ കൂടും. പക്ഷേ പ്രീതി എന്ന് കണ്ടോ അതിനുശേഷം ഞാൻ ഒരു ബ്രോക്കറിൻ്റെ അടുത്തും പോയിട്ടില്ല, സത്യം. ചേട്ടാ പ്രിയ ചേച്ചി അത്രയ്ക്ക് വിശ്വാസമാണോ ചേട്ടന്? ആ, വിശ്വാസമാണ്. കാര്യം എന്താണെന്നറിയോ, അവരൊരു ഭർത്താവിൻ്റെ കൂടെ മാന്യമായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ്. അത് ശരിയാണ്. വിധി കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചു പോയി. അതെ, അങ്ങനെയുള്ളവരെ വിശ്വസിക്കാവടാ മോനെ. എങ്ങനെയെങ്കിലും നീ പ്രീതിയുടെ മുമ്പിൽ എൻ്റെ ഇമേജ് ഒന്ന് നന്നാക്കി തരണം പ്ലീസ്. ഞാൻ ശ്രമിക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. ആഫ്റ്റർനൂണായി. ആ സർ, ബ്ലോക്ക് ആയതുകൊണ്ട് ലേറ്റായി പോയെന്ന് പറയായിരുന്നു സർ. ഫുഡ് വന്നേക്ക്. താങ്ക് യു സർ. സർ 5 സ്റ്റാറിന് തന്നേക്കണേ. പുതിയ ആളാണല്ലേ? ആ സർ, എങ്ങനെ മനസ്സിലായി? അല്ല, നിങ്ങൾക്ക് ഞങ്ങളിടുന്ന റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ. ഓ, സാറിന് എല്ലാം അറിയാമല്ലോ സർ. 5 സ്റ്റാർ തന്നെ തരണേ. 5 സ്റ്റാറോ? തനിക്ക് ഞാൻ 1 സ്റ്റാർ പോലും തരില്ല. അതുമല്ല, ഞാനൊന്ന് കംപ്ലൈൻറ്റ് ചെയ്താലോ ഒന്ന് ആലോചിക്കുക. അയ്യോ സർ, സ്റ്റാർ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കംപ്ലൈൻറ്റ് ചെയ്യരുത്. ചെയ്യരുതല്ലേ? ഉറപ്പായിട്ടും ചെയ്യും. സാമേ, ഇനി ഒരു കംപ്ലൈൻറ്റ് വരരുത്. ഇത് ഞാനൊരു പരിചയക്കുറവായിട്ട് കാണാം, പക്ഷെ ഇനി ആരും കംപ്ലൈൻ്റ് ആയിട്ട് വരരുത്. സർ, സാറിന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല സർ. പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഈ ഫുഡ് എത്താൻ എത്ര ലേറ്റ് ആയെന്നറിയാവോ? അത്ര നേരം ഞാൻ വിശന്നിരിക്കുകയായിരുന്നു. അതെന്താ കുഴപ്പമില്ലേ? കുഴപ്പമാണ്. ഓക്കെ, റിലാക്സ്. ഒരു കാര്യം ചെയ്യാം, താൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തനിക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യില്ല. 5 സ്റ്റാറും തരാം, ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഗിഫ്റ്റായിട്ട്. താങ്ക് യു സർ. പക്ഷേ എന്ത് ഹെൽപ്പാണ് സർ? അല്ല, എങ്ങോട്ടാ സർ? താൻ വിട്ടോ, ഞാൻ പറയാം. ജോസഫേട്ടാ, നടക്കുന്നു. ഇത് നിന്റെ കഥയിലെ സീനാണാ? ആണെങ്കിൽ ആ, നന്നായിട്ടുണ്ട്. എനിക്ക് ട്രാജഡി ഭയങ്കര ഇഷ്ടാ. ഇത് നിന്റെ ആത്മകഥ ആണോ? ആത്മകഥ അല്ല, ആത്മകഥ. ആ കഥ ആണോ? ഒരു തരത്തിലൊരു ആത്മകഥയാണ്, പക്ഷെ എന്റെ അല്ല, ജോസഫേട്ടന്റെ. അയ്യേ, നീ എന്തിനാ ആ കൂദ്രാത്മാവിന്റെ കഥയ്ക്ക് എഴുതുന്നത്? അതൊക്കെ ഉണ്ട്. അയാളുടെ കഥ ഭയങ്കര രസമാണ്. നീ ഇപ്പൊ തേപ്പ് കിട്ടുന്ന പോർഷൻ വരല്ലേ വായിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡിയാണ്. ഞാൻ അതല്ല ചോദിച്ചേ, നീ എന്തിനാ അയാളുടെ കഥ എഴുതുന്ന ചോദിച്ചേ. അതൊക്കെ ഉണ്ട്. കാര്യം പറയടാ. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു? നിന്റെ കണ്ണ് രണ്ട് കുത്തുപൊട്ടിക്കും. എനിക്ക് സസ്പെൻസ് അലർജി ആണെന്ന് അറിയില്ലേ? കാര്യം പറ. അവസാനമായിട്ട് ചോദിക്കാൻ എന്തിനാ അയാളുടെ കഥ എഴുതുന്നേ? പ്രിയ ചേച്ചിയോട് പറയാൻ. എന്തിന്? അത് ജോസഫേട്ടന് പ്രിയ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്കാണ് അയാളെ തീരെ താല്പര്യമല്ല. കഥ വായിച്ചിട്ട് അവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടാലോ എന്ന് വെച്ചിട്ട്. അതിന് അയാളത്ര ശരിയല്ലല്ലോ. അയാൾ അങ്ങനെ ഒരു കുഴപ്പക്കാരനാണ്, ഞാൻ ഇതിന് നിൽക്കില്ലല്ലോ. അസൂയയും കുശുമ്പും ഒക്കെ എന്താ പറയാ, വായിച്ചില്ല, തേപ്പ് കിട്ടിയതിന് ശേഷം അങ്ങനെ ആയിപ്പോയതാണ്. ചേച്ചിക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ? എന്താണ് ഇത്? അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യും. പക്ഷേ ഇത് ഏതായാലും നീ ഇവിടെ ആരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇതിൽ എനിക്ക് ഒന്ന് ഓടി തരുമോ പ്ലീസ്? എനിക്ക് നല്ലോണം അഭിനയിക്കാൻ പറ്റും. പ്ലീസ് പ്ലീസ് പ്ലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അഭിനയിക്കാൻ. എന്താ പ്ലാൻ? അതായത് നീ ഇപ്പൊ ഈ കഥ ശ്രദ്ധിച്ച് കേൾക്ക. കരച്ചിൽ വരാണെങ്കിൽ മാത്രം വാതർന്നാ മതി. ട്രാജഡി ഉണ്ടാവില്ലേ? അയ്യോ, വലിയ ദുരന്തല്ലേ. അവി, ഇന്നലെ അവഞ്ചേഴ്സ് കാണാൻ നീ നല്ല എക്സൈറ്റഡ് ആയിരുന്നല്ലോ. ഇന്നെന്ത് വെച്ചി? മൂഡ് പോയോ? എന്റെ മൂടൊക്കെ ഓക്കെയാണോ? അല്ലെങ്കിൽ ഞാൻ വരും. അതെ, എനിക്ക് വേണ്ടിട്ടല്ലേ. ഇതൊക്കെ ഒരുമാതിരി പിള്ളേരുടെ സൂപ്പർ ഹീറോസ് ആണ്. സൂപ്പർമാൻ, ബാറ്റ്മാൻ, ബ്ലാക്ക് പാന്തർ. എനിക്കിതൊക്കെ കുട്ടികളായിട്ടാണോ? അവി, ഇത് കുട്ടികളുടെ സിനിമയല്ല. ഇത് കുട്ടികളും വലിയ ആൾക്കാരും ഈക്വലി എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നിനക്കറിയോ, ആക്ച്വലി വേൾഡ് വൈഡ് ഇതിന് എത്ര ഫാൻസ് ഉണ്ടെന്നെങ്കിലും അറിയോ? എടാ, ഇത് ഇഷ്ടമില്ലാത്തവരും ഇല്ലേ? അത് ശരിയാ.
ടൈറ്റാനിക് വരെ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മോളെ ടൈറ്റാനിക് എവിടെ നിൽക്കുന്നു, അവഞ്ചേഴ്സ് എവിടെ നിൽക്കുന്നു? ടൈറ്റാനിക് റിയൽ ലൈഫാണ്, എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലല്ലേ? ഇതൊരുമാതിരി ഫാന്റസിയും. ആ അത് ശരിയാ. ടൈറ്റാനിക്കിന് ശേഷം ജെയിംസ് കാമറോൺ എടുത്ത സിനിമ ഏതാ? അവതാർ. അത് ഭയങ്കര റിയലിസ്റ്റിക് ഫിലിം ആയിരുന്നല്ലോ അല്ലേ അവി? അവി നീങ്ങുക, ഈ സിനിമ ഒന്ന് കണ്ടു നോക്കി. നിനക്ക് ആലോചിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ഈ പടത്തില് ശരിക്കും. അത് തന്നെ പ്രശ്നം. എടാ എനിക്കിപ്പോ ഒരു സിനിമ ഉണ്ടെങ്കിൽ നല്ലൊരു കഥ വേണം, കുറച്ചൊക്കെ ചിരിക്കാനുണ്ടാവണം, പിന്നെ ഇമോഷണലൊക്കെ ആവണ്ടേ, കുറച്ച് കരയാനുണ്ടാവണം, പിന്നെ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവണം, പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല ഇടി ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാ അവി? ഇത് നീ കാണേണ്ട സിനിമയാണ്. ഇതിൽ റിലേഷൻഷിപ്സ് ഉണ്ട്, ചിരിക്കാനുണ്ട്, പിന്നെ നെഞ്ചത്തടിച്ച് കരണ സൂപ്പർ ഹീറോസും ഉണ്ട്. പിന്നെ ഇടിയാണ് നീ പ്രതീക്ഷിക്കണമെങ്കിൽ നിനക്ക് ഞാൻ യുദ്ധം തരും, യുദ്ധം. എടാ ഞാൻ പറയുന്നത് ഈ മനുഷ്യന്മാരുടെ കഥയാണ്, അല്ലാതെ ഈ യന്ത്ര മനുഷ്യന്റെ കഥയൊന്നും അല്ല. ഇവിടെ മനുഷ്യൻ കരഞ്ഞിട്ട് ഏൽക്കുന്നില്ല. അപ്പോഴാണ് അയൺ മാൻ ശരിക്കുള്ള മനുഷ്യനാണ്. അയാൾ അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ സ്യൂട്ട്. അങ്ങനെയാണ് അയാൾ അയൺമാൻ ആവണത്. ഇവിടെ ആരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും ഒന്നും റിയലിസ്റ്റിക് അല്ല. ആ എന്നാൽ ഇനി മുതൽ അവി ഡോക്യുമെന്ററി മാത്രം കണ്ടാ മതി, അതാ നല്ലത്. അവി എന്തായാലും നീ സിനിമ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നിനക്ക് തീരുമാനിക്കാം. ആ സമയം വാ, പോവാ 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 പോവാ. നീ കാര്യം പറയടാ. നീ എനിക്ക് വയ്യ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഞാൻ എങ്ങനെ കാര്യം മനസ്സിലാക്കാനാ? കാര്യം അറിയാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ലക്കി ഞാൻ. പ്ലീസ്. എന്താടാ ലക്കി? എന്താടാ എന്നത് ചേച്ചിനോടെങ്കിലും പറ. എന്താ പ്രശ്നം? ചുമ്മാ പറയടേക്ക. ചേച്ചി, ഞാനിങ്ങനെ എഴുത്തൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തെ ചുമ്മാ പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജോസഫ് ഏട്ടൻ്റെ ബുക്ക് സ്റ്റോൾ. ഇനിമേലാൽ ഞാനവിടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലാണ്ട് നീ ഇങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞാൻ ചോദിക്കുക അയാളോട്. അല്ലെങ്കിൽ തന്നെ കൂടുതലാണ് അയാൾക്ക്. ആ അത് ശരിയാ, അയാൾ ഇത്തിരി മൊരടനാ. ലക്കി, നീ ആൾക്കാരെ കുറിച്ച് അറിയാതെ സംസാരിക്കരുത്. ആ എന്താ അയാൾ മൊരടനല്ലേ? നീ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞേ അല്ലേ? അയാളെ കുറിച്ച് അറിയാത്ത കാലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കൃത്യമായിട്ടും മൂപ്പരെ പറ്റി മനസ്സിലാക്കിയപ്പം നീ ഇപ്പൊ എന്തറിഞ്ഞതാ പറയണേ? ഒരർത്ഥത്തിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ അയാളൊരു മുരടനാണ്. പക്ഷെ ആ മുരടത്തരം അയാൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള. നിങ്ങൾക്കറിയോ, ഈ അടുത്തൊരു ദിവസം ആ ബുക്ക് സ്റ്റോറിൽ കുറച്ച് പയ്യന്മാർ വന്നു. അവരെപ്പോഴും ഇവിടെ വന്നിട്ട് ചേച്ചിയെ കണ്ടിട്ടുണ്ട്. അവരാ ബുക്ക് സ്റ്റോറിൽ നിന്നിട്ട് ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ലാതെ ചേച്ചിയെക്കുറിച്ച് അനാവശ്യം പറയാൻ തുടങ്ങി. ഇത് കേട്ടോണ്ട് വന്ന് ജോസഫ് ഏട്ടൻ ഇടപെട്ടു. പ്രീതിയെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അവർ നിർത്തിയില്ല. അവർ പിന്നെയും അനാവശ്യം പറഞ്ഞു. ചേട്ടൻ അവരോട് കയർത്തു. പക്ഷെ അവർ 3-4 പേരുണ്ടായിരുന്നു. അവർ ചേട്ടനെ തല്ലിന്ന് വെച്ചാൽ ചേച്ചി ഭാവിയിൽ ആ ശരീരം കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളവർ അങ്ങനെ തല്ലിയില്ല. പക്ഷെ പോലീസുകാരുടെ ഇടിയായിരുന്നു ഇതിലും ഭേദം തോന്നുന്ന തരത്തിൽ ഇടിച്ചു കളഞ്ഞു. തറയിൽ വീണ് ചോര ഒലിപ്പിച്ച് കിടക്കുകയാണ് ജോസഫ് ഏട്ടൻ. അപ്പോൾ എന്നിട്ടും അവരിങ്ങനെ വരിയായി നിന്ന് അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു. വേദന കൊണ്ട് ഞെരങ്ങി തറയിൽ കൂടെ ഇങ്ങനെ നിരങ്ങി പോയിട്ട് ജോസഫ് ഏട്ടൻ അതിലൊരാളുടെ കാലിങ്ങനെ അള്ളിപ്പിടിച്ചു, ഒരു പയ്യൻ്റെ. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ പ്രീതിയെക്കുറിച്ച് ഇങ്ങനെ പറയരുത്. ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്, അഭിമാനിയാണ്, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജോസഫ് ഏട്ടൻ പ്രീതി ചേച്ചിയെക്കുറിച്ച് പറഞ്ഞു. ആ ദുഷ്ടന്മാരായ പയ്യന്മാരവസാനം അറിയോ അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇയാളാണോ ലക്കി മുരടൻ? എന്നിട്ട് നീ എന്ത് നോക്കി നിൽക്കായിരുന്നു? അവന്മാർക്ക് ഇട്ടിട്ട് കൊടുക്കായിരുന്നില്ലേ പോയിട്ട്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ. അതെന്താ? ഞാനിത് മുഴുവൻ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞ് ബുക്ക് സ്റ്റോറിൽ ചെല്ലുമ്പോഴല്ലേ. അതും ജോസഫ് ഏട്ടൻ പറഞ്ഞിട്ടില്ല, അവിടുത്തെ പയ്യൻ പറഞ്ഞിട്ട്. ഒരു കാര്യം അറിയോ, ഞാനെന്നിട്ട് ജോസഫ് ഏട്ടനോട് പോയി ചോദിച്ചു, എന്താ ചേട്ടാ ഇങ്ങനെ തല മുതൽ കാല് വരെ ചതഞ്ഞിരിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി തകർത്ത് കളഞ്ഞില്ലേ. എന്താ തകർപ്പ മറുപടി? പുള്ളി പറയാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചതഞ്ഞ ശരീരവും വെച്ചിട്ട് പുള്ളി ശയനപ്രദർശനം ചെയ്തത് പുള്ളി സ്നേഹിക്കുന്ന ആർക്കോ വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയാണാവോ? പാവൻ ജോസഫ് ഏട്ടനല്ലേ, ഇത്ര നല്ല മനുഷ്യനാണ് ഞാൻ ഇത്ര നാളും വെറുത്തത്. അതെ, ആ മാലാഖയായിരുന്നു നീ തെറ്റിദ്ധരിച്ചത്. സോറി, ഞാനൊന്നും ഇവിടെ പറയാൻ പാടില്ലായിരുന്നു. അതല്ല, നിനക്കെന്താ ബുക്ക് സ്റ്റോളിൽ പോകാൻ പറ്റാത്ത? ബുക്ക് സ്റ്റോളിൽ പോയ ജോസഫ് ഏട്ടൻ്റെ ആ പഴയ കഥ എനിക്ക് ഓർമ്മ വരില്ലേ? ഇനി വേറെ ഉണ്ട് കഥ.
ഉണ്ട് ചേച്ചി. അതും ആ പയ്യൻ പറഞ്ഞാണ് ജോസഫേട്ടൻ്റെ ആദ്യ പ്രണയത്തിൻ്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന കഥ. ജോസഫേട്ടന് പ്രണയം. പ്രേമോ? ആ ജോസഫേട്ടന്റെ ശയന പ്രദക്ഷിണല്ലേ വർഗീയം പറയലടി. വർക്കൗട്ട് ആവോ? കാണുമായിരിക്കും. എന്തായാലും ഞാൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂരപ്പ. മതി, നിർത്തിയാലോ? സാം, താൻ ഫിറ്റ്നസ് ശ്രദ്ധിക്കണം. സാറ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊന്നൊരു ശിക്ഷയാണ്. ഞാൻ പോട്ടെ, എന്നെ വിട്ടേക്ക്. ഇത് തന്നെയാണ് മഹാന്മാരായ പല താരങ്ങളും അവരുടെ കോച്ചിനോട് സംസാരിച്ചിട്ടുള്ളത്. അന്ന് അവരെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ താരങ്ങൾ ഉണ്ടാവുമായിരുന്നോ? താരങ്ങൾ അവരൊക്കെ താരങ്ങളാകാൻ ആഗ്രഹിച്ചവരല്ലേ? ഞാൻ അങ്ങനെ അല്ലല്ലോ. എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നടക്കും. നീ ശക്തമായി മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി. സാറേ, എനിക്ക് വേറെ ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം ഇതല്ല. ഇതാണ് വേറെ പ്രശ്നം. മനസ്സിലൊന്ന്, ആഗ്രഹിക്കുന്നു മറ്റൊന്ന്. ചുമ്മാതല്ല നിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോകുന്നത്. സാറ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. കമോൺ, വെറും 10 കിലോമീറ്റർ ഓടി വരുമ്പോഴത്തേക്കും നിനക്ക് എല്ലാം പറഞ്ഞുതരാം. 10 കിലോമീറ്ററാ? സാറേ, വെറുതെ കളിക്കല്ലേ, എന്നെ വിട്ടേക്ക്. താക്കോൽ എടുക്ക്, ഞാൻ പോട്ടെ. നോ, തരില്ല. കോച്ചിനോടാണോ സ്വാമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ല അത്ലറ്റ് ആവണമെങ്കിൽ നല്ല ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനറാണ് ഈ ഞാൻ. കമോൺ സാം, ഒരു 10 കിലോമീറ്ററിലേ ഉള്ളൂ. കമോൺ. മതി, നിർത്ത്. താക്കോൽ എടുക്ക്, ഞാൻ പോട്ടെ. തരില്ല സാം, ഓടാതെ തരില്ല. കളിക്കല്ലേ. ഇതാരാ? മീറ്റ് സാം. ഇത്തവണ ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാൻ പോകുന്ന പയ്യനാ. ചുമ്മാ സാറേ, ഞാൻ പോകുന്നില്ല. നീ പോകും. നിങ്ങൾ ആരാ? സാർ, ഞാനൊരു ഡെലിവറി ബോയിയാണ്. രാവിലെ നിങ്ങളുടെ വീട്ടിൽ ഫുഡ് ഡെലിവറിക്ക് വന്നതാ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഈ സാർ എന്നെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി. ഇപ്പോൾ എൻ്റെ താക്കോൽ പിടിച്ച് വെച്ചേക്ക്, എന്നെ വിടുന്നില്ല. ഒരു മിനിറ്റ്. സോറി സാം, താൻ വരാൻ ലേറ്റ് ആയപ്പോൾ പാല് വാങ്ങിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതെൻ്റെ ഇച്ചായന് മാനസികമായ ലേശം ഡിസ്റ്റർബ്ഡ് ആണ്. സോറി. അയ്യോ സോറി, എനിക്ക് അറിയില്ലായിരുന്നു. അത് സാരമില്ല. ഇച്ചായന് അപകടമൊന്നും ഇല്ലാണ്ട് നോക്കിയല്ലോ. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ. എന്തായിരുന്നു പ്രശ്നം? എല്ലാവരും നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞൊരു അത്ലറ്റ് ആയിരുന്നു. പരുക്കും സർജറിയും വന്നപ്പോൾ ആ കരിയർ അങ്ങ് തീർന്നു. ഒന്നും ആവാത്തതുകൊണ്ടാവാം ഇപ്പോൾ ഇങ്ങനെയാണ്. ഒരു കോച്ചാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇപ്പോൾ താക്കോൽ ചോദിച്ചാൽ വഴക്കുണ്ടാക്കും. ഞാൻ വാങ്ങിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പ്ലീസ്. പിന്നെന്താ? ഇച്ചായ, ആ പുള്ളിയുടെ ഹാംസ്ട്രിങ് ലേശം പിടുത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓടാൻ പറ്റാത്തത്. ഇച്ചായനെ താക്കോലൊന്നും കൊടുത്തേ, അയാൾ പോയിക്കോട്ടെ. ആണോ? ആ സാം, ഹാംസ്ട്രിങ് പുള്ളായെങ്കിൽ പറയണ്ടേ? പോയി ഫിസിയോക്കാണ്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പക്ഷെ നാളെ രാവിലെ 5 മണിക്ക് ഗ്രൗണ്ടിൽ കാണണം. ഓക്കെ? ഓക്കെ. ക്യാച്ച്. സാം, നീ ഇനി വരില്ലെന്ന് എനിക്കറിയാം. നമ്മളിനി കാണാനും പോകുന്നില്ല. എന്നിട്ട് നീ ഒരു യാത്ര പോലും പറയാണ്ട് പോവുകയാണോ? സാം, ഇനി ഞാൻ ഇത് പറഞ്ഞേ പറ്റൂ. നിനക്ക് ഓടാനുള്ള കഴിവൊന്നുമില്ലടാ. നിനക്കതിനുള്ള സ്കില്ലില്ല. നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ സ്വപ്നങ്ങളാണ്. അതിനെ നീ മുറുകെ പിടിച്ചു. അവസരം വരും, അത് നീ കൃത്യമായി യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ സാർ. പോവാം. ചേട്ടാ, ഗിരിനാറേ. പടം ഇഷ്ടായ? നല്ലായിരുന്നില്ലേ? നിന്റെ ഇപ്പൊ അഭിപ്രായം മാറിയില്ലേ? എടാ, ഒരു അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് ആ സിനിമ എന്തെങ്കിലും മനസ്സിലാവണം. ഇതെനിക്കൊന്നും മനസ്സിലായില്ല ആക്ച്വലി. ഈ താനോസിന്റെ പ്രശ്നം എന്താണ്? നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനു മുന്നുള്ള സിനിമ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആഹാ, അങ്ങനെ പറ. എന്നാ ഇന്നെല്ലാം കൂടി ഇരുന്ന് കാണുന്നതാണ്. എത്ര എണ്ണം ഉണ്ട് ഈ സീരീസിലത്തെ? ഇത് 22ാമത്തെ സിനിമയാണ്. എന്ത്? 22ാമത്തെ. ഇതിനും 21 എണ്ണം?
എന്താ ജോസഫേ? കുടിക്കാൻ ഒരു ചായ ചായ മാത്രം മതിയോ? മതി. അല്ല, കഴിക്കാൻ എന്തെങ്കിലും വേണം. സ്നാക്സ് എന്തെങ്കിലും? മതി. സത്യത്തിൽ നിങ്ങൾ ചായ കുടിക്കാൻ തന്നെ വന്നതാണ്? സത്യം. അല്ല വേണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. ചായ കുടിക്കാൻ വന്നതാണ്, ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. മതി, തിരക്കില്ല. ആ എന്നാ അവിടെ ഇരിക്കും. പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലല്ലോ. ആ DG ചെക്കൻ പറ്റിച്ചോ കർത്താവേ. എന്താ ആലോചിക്കുന്നേ? എന്തോ ആലോചിച്ചു മറന്നു. അതത്ര നല്ല ശീലമല്ലല്ലോ ജോസഫേ. അല്ലല്ലേ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയൊരു തോന്നലുണ്ടോ? ഞാൻ പോയിട്ട് പിന്നെ വരുന്ന നല്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട പ്രതി, ഞാൻ വന്നിട്ട് കുടിച്ചോളാം. ജോസഫേ, പോയിട്ട് വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിച്ചിട്ട് പോവും. ഈ സ്വപ്നം വല്ലതാണോ? എന്താ തോന്നണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാ ഗ്ലാസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വെക്കി, എന്നിട്ട് വാ. ദേജോനെ വലിയ കാര്യമാടാ നീ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. ഒരു കാലത്ത് നിന്നെ ഞാൻ മറക്കില്ലടാ. അതെ, എണീറ്റ് പോ പിള്ളേരെ, ചേച്ചി കപ്പെടുക്കാൻ പറഞ്ഞു. അതെ, കപ്പ് മാത്രം മതിയോ? ആ ആ ആ. അതെ, ആരെങ്കിലും വിളിച്ച് എങ്ങനെ ചെന്ന് ഓടിക്കൊടുക്കരുത്. ആരെ എന്താന്നൊക്കെ അന്വേഷിക്കണം. മനസ്സിലായ? ഇനി ചെയ്യാം. അങ്ങനെയാണല്ലോ ഞാൻ ഈ ജോലിക്ക് ജോയിൻ ചെയ്തത്. ആ, എന്നാ ഇനി പിന്നെ ഇങ്ങനെ കിടന്ന് കരയരുത്. അതൊന്നുമില്ല. ആ വൃത്തിയേട്ടവല്ലേ സാം, അവരെന്നല്ല എവിടെയോ ഓടാൻ പോയി എന്നാ പറയും. ഓടാൻ പോയതാണോ അതിന് ഓടിച്ചാണോ നമുക്കറിയില്ലല്ലോ. അതൊക്കെ പോട്ടെ. അപ്പു പറ, ഉറങ്ങാറായ? അത് ചോദിച്ചില്ലല്ലോ. അത് പറ, അത് പറ, അത് പറ. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൈഫല്ലേ? ഭയങ്കര ലൈഫല്ലേ? ഒരാൾ ചുറ്റി കയറിയും വേറൊരു പച്ച മനുഷ്യൻ. എന്തായി കാലുവൻ? എന്തായി? കുറച്ച് കുറവുണ്ട്. കഷ്ടം. എടാ, നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളതല്ലേ? നിനക്ക് അയൺമാനെ പോലെ, അയൺമാൻ അല്ലേ, ഒരു സ്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്നോളെ. അപ്പൊ നിന്നെ ആരെ ഓടിക്കില്ലല്ലോ. ഉച്ചിസാണ് അവഞ്ചേഴ്സിനോടാ? എടാ ദുഷ്ട, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയിരുന്നില്ലേ? എടി ദുഷ്ടേ, നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറത്തല്ല എന്നാ. എന്റെ തെറ്റാ ഇവനെ കൊണ്ടുപോയത്. എടാ, നീ ഈ കോമാളിക്കളി കണ്ടോ? സ്റ്റാൻലിയുടെ ആത്മാവിനോട് പൊറുക്കട്ടെ. എടാ, ആരടി സ്റ്റാൻലി? ഈ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ആള്. നിനക്കും ഈ വട്ടുണ്ടോ? നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. 3 എണ്ണം. എടി, ഇവർക്കൊക്കെ അവഞ്ചേഴ്സിന്റെ പ്രാന്താടാ.